പഴയ പാപ്പ ലിബറലായിരുന്നു. ഇനി ഒരു ലിബറലിനെ കത്തോലിക്ക സഭ ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് പിൻഗാമി ഒരു പാരമ്പര്യവാദിയായിരിക്കും. ഒരുപാട് പുറകിലേക്ക് സഞ്ചരിക്കാൻ സഭയ്ക്ക് ഇനി സാധിക്കില്ല. അതുകൊണ്ട് മിതവാദി പിൻഗാമിയാകും. ഇങ്ങനെ പ്രവചിക്കുന്നവരുണ്ട്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പാബിലെ എന്നൊരു വാക്കുണ്ട്. പാപ്പയാകാൻ സാധ്യതയുള്ളയാൾ, കഴിവുള്ളയാൾ എന്നൊക്കെ അർത്ഥം വരും. ഈ ദിവസങ്ങളിൽ ലോകം കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. അടുത്ത പാപ്പയാകാൻ സാധ്യതയുള്ളയാളെ അന്വേഷിക്കുന്നു, സർവേ നടത്തുന്നു, പ്രവചനങ്ങൾ നടത്തുന്നു, വീഡിയോകളും കുറിപ്പുകളും പുറത്തിറക്കുന്നു. സെക്കുലർ മാധ്യമങ്ങൾക്കൊപ്പം സഭാ മാധ്യമങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സമകാലിക യൂറോപ്പിലെയും പ്രത്യേകിച്ച് ഇറ്റലിയിലെയും വലതുപക്ഷ ചായ്വുകളുടെയും അനുബന്ധ രാഷ്ട്രീയ വീക്ഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കുടിയേറ്റക്കാരോടുള്ള നിലപാടിൽ പുതിയ പാപ്പ സമദൂരം പാലിക്കുന്നവനാകും എന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവരുണ്ട്. ഭിന്ന ലൈംഗികതയുള്ളവരോടുള്ള സമീപനത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തും എന്ന് ചിന്തിക്കുന്ന സഭാ നിരീക്ഷകരുമുണ്ട്. സഭയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച്, അൽമായ പങ്കാളിത്തത്തെക്കുറിച്ച്, സിനഡൽ മാതൃകയെക്കുറിച്ച് കുറെ കൂടി അവധാനതയോടെ ഇടപെടുമെന്ന് ചിന്തിക്കുന്നവരും ഏറെ. അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് തിരികെ വരുന്ന പാപ്പയെയും വേനൽക്കാല വസതികളിൽ താമസിക്കുന്ന പാപ്പയെയും സ്വപ്നം കാണുന്നവരുമുണ്ട്. നിലവിലുള്ള കർദിനാളന്മാരുടെ പുസ്തകങ്ങളെയും പ്രഭാഷണങ്ങളെയും മുൻനിർത്തി ഓരോ നിലപാടുകളോടും ചേർന്ന് പോകുന്നവരെ കണ്ടെത്തി ചേരുംപടി ചേർത്ത് ഒരു ബാലൻസ്ഡ് പാപ്പയെ രൂപീകരിക്കുകയാണ് രാഷ്ട്രീയ സഭാ നിരീക്ഷകർ. ക്രിസ്തുവിൻ്റെ പിൻഗാമിയെ ചില പ്രത്യേക കളങ്ങളിലോ നിലപാടുകളിലോ അതിർത്തികൾക്കുള്ളിലോ ആക്കാൻ ബന്ധപ്പെടുന്ന ധാരാളം പേരുണ്ട്. വെറുമൊരു കൗതുകത്തിനപ്പുറത്തേക്ക് ഇത്തരം ചിന്തകൾക്ക് സഭയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? നിലപാട് പറഞ്ഞ് അധികാരമേൽക്കാൻ ആരാധനാക്രമവും ആത്മീയതയും വെളിപാടുകളും പാരമ്പര്യങ്ങളും മനുഷ്യാവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സഭയ്ക്ക് പ്രത്യയശാസ്ത്രമോ തെരഞ്ഞെടുപ്പ് പത്രികയോ നയപ്രഖ്യാപനമോ ആണോ? അല്ല എന്നാണ് ഉത്തരം. ആദ്യത്തെ മാർപ്പാപ്പ ഒട്ടുമേ പാപ്പാബിലെ ആയിരുന്നില്ല. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ തലവനാകാനുള്ള മൂല്യങ്ങളുടെ മൂലധനങ്ങളൊന്നും പത്രോസിന് കൂട്ടായി ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ എന്നും അപ്രവചനീയവും അത്ഭുതപ്പെടുത്തുന്നതും മനസ്സിലാക്കാനാവാത്തതുമായ വീഴ്ചകളുടെയും വാഴ്ചകളുടെയും ഇടമായിരുന്നു ചരിത്രത്തിലെ ക്രിസ്തുവിൻ്റെ വികാരിമാരുടെ ഇരിപ്പിടം. കുറവുള്ളവരും ബലഹീനരും വിശുദ്ധരും ഭീരുക്കളും ആഡംബരപ്രേമികളും കാലോചിതമായി പ്രതികരിക്കാത്തവരുമൊക്കെ ഈ പദവിയിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. ലോകത്തിൻ്റെ വീഴ്ചകളും റോമൻ രാജവാഴ്ചയുടെ ശേഷിപ്പുകളും ആ സ്ഥാനത്തെയും സ്വാധീനിച്ചിരിക്കാം. എങ്കിലും ലോകമെങ്ങുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചവരും മുതലാളിത്ത മേധാവിത്വത്തെ തള്ളിപ്പറഞ്ഞവരും ഫാസിസത്തിനെതിരെ കുറിപ്പുകൾ എഴുതിയവരും ശാസ്ത്രകുതുകികളെ പ്രോത്സാഹിപ്പിച്ചവരും ലോകമെങ്ങുമുള്ള സഹോദര മെത്രാന്മാരെ വിളിച്ചുകൂട്ടി ആലോചന ചോദിച്ചവരും സഭയുടെ വീഴ്ചകൾക്കും ക്രൂരതകൾക്കും പിഴയടിച്ച് മുട്ടുകുത്തിയവരും പാപ്പാസ്ഥാനം ഉപേക്ഷിച്ച് തിരശ്ശീലയ്ക്ക് പിറകിൽ നിന്നവരും സമാധാനത്തെ മുൻനിർത്തി ലോക നേതാക്കളുടെ കാലിൽ വീണവരും പൗരോഹിത്യ ആധിപത്യ പ്രവണതകളെ തള്ളിപ്പറഞ്ഞ് സ്വയം വിമർശനം നടത്തിയവരും രോഗക്കിടക്കയിൽ പോലും യുദ്ധമരുതേ എന്ന് വിലപിച്ചവരുമൊക്കെ ക്രിസ്തുവിൻ്റെ വികാരന്മാരിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇവയൊന്നും ആരും പ്രവചിച്ചവയോ മുൻകൂട്ടി കണ്ടവയോ ആയിരുന്നില്ല. നിരന്തരം രാഷ്ട്രീയ ശരികൾ മാത്രം പറയാനും പ്രവർത്തിക്കാനും അങ്ങനെ ലോക നേതാക്കളിൽ ആരാധ്യനാകുവാനും ഒരു പാപ്പയ്ക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു പാപ്പ ക്രിസ്തുവിൻ്റെ പിൻഗാമിയാകുമോ? എന്നും സഭാത്മക ശരികൾ മാത്രം പറയുമ്പോൾ അതിൽ കരുണയ്ക്കിടമില്ലാതെ വരുമോ? യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ശരിയാകാൻ മാത്രമേ ഒരു പാപ്പയ്ക്ക് സാധിക്കൂ. അതിൽ സഭയുടെ പാരമ്പര്യവും പുരോഗമനപരതയുമുണ്ട്. ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നതെന്നും അത് ആളിക്കത്തിയിരുന്നെങ്കിലെന്നും പറഞ്ഞ ക്രിസ്തുവിൻ്റെ പിന്മുറക്കാരന് ഒരിക്കലും നിഷ്പക്ഷനായിരിക്കാൻ സാധിക്കില്ല. അവൻ പക്ഷം ചേരും, സമ്മർദ്ദത്തിലകപ്പെടും, അവൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകും, അവനെ കുരിശേറ്റാൻ ആളുണ്ടാകും, അവൻ ഉയിർക്കുന്ന ഓർമ്മയാകും. സിസ്റ്റൈൻ ചാപ്പലിനകത്ത് കണ്ണീരിൻ്റെ മുറി എന്നൊന്നുണ്ട്. അവിടെയാണ് താൻ ഏൽക്കാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തെ പ്രതി ഒരു പാപ്പയുടെ മനസ്സ് ഏറ്റവും ഭാരപ്പെടുന്നത്. പാപ്പയുടെ വസ്ത്രം ആദ്യം അണിയുന്നതും അവിടെ തന്നെ. ലോകത്തെ ഓർത്തുള്ള ക്രിസ്തുവിൻ്റെ സങ്കടങ്ങളാണ് അവൻ പേറേണ്ടത്. ചരിത്രം മുന്നോട്ട് പോകുന്തോറും സ്വയം വിമലീകരിക്കപ്പെടുന്ന ഇടമാണ് പാപ്പാസ്ഥാനം. ആ സ്ഥാനത്തെ നിരന്തരം അപനിർമ്മിച്ച് അതിലെ കുറവുകളെ ചെത്തിയൊരുക്കി ക്രിസ്തുവിൻ്റെ മുഖത്തെ തെളിയിച്ചു കൊണ്ടുവരാനാണ് ക്രിസ്തുവിൻ്റെ വികാരിമാരായ ശില്പികൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനിയും തുടരും. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ നിരന്തരം തിരിച്ചറിയേണ്ടവനും വീണ്ടെടുക്കേണ്ടവനും ശുശ്രൂഷിക്കേണ്ടവനുമാണ് അവൻ. യഥാർത്ഥത്തിൽ പാപ്പാബിലേക്കായല്ല ക്രിസ്താബിലേക്കായുള്ള കാത്തിരിപ്പിലാണ് സഭ.